ഈ വീഡിയോയിൽ പീച്ചി അണക്കെട്ടിൻ്റെ വിശദാംശങ്ങളാണ് നൽകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൃശ്ശൂർ ജില്ലയിലെ ഒരണക്കെട്ടാണ് പീച്ചി അണക്കെട്ട്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പീച്ചിയിൽ കരുവന്നൂർ പുഴയുടെ പോഷകനദിയായ മണലിപ്പുഴയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരണക്കെട്ടാണ് പീച്ചി അണക്കെട്ട്. പീച്ചി ജലസേചന പദ്ധതി, ശുദ്ധജല വിതരണം എന്നിവ മുൻനിർത്തിയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ജലസേചനം, വൈദ്യുതി നിർമ്മാണം എന്നിവയ്ക്ക് വേണ്ടി 1947 പണി ആരംഭിച്ചു. 1958 നിർമ്മാണം പൂർത്തിയായി. അണക്കെട്ടും സ്പിൽവേയും തടഞ്ഞു നിർത്തിയിരിക്കുന്ന നദി മണലിപ്പുഴ. ഡാമിൻ്റെ ഉയരം 41.85 മീറ്റർ, 213 മീറ്റർ നീളം, 4.27 മീറ്റർ വീതി, 4 സ്പിൽവേകളുണ്ട്. OG ടൈപ്പ് സ്പിൽവേ ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കേരളത്തിലെ ഒരു മേജർ ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന നിലയിലാണ് 1957 ഒക്ടോബർ 4 കേരള ഗവർണർ B. രാമകൃഷ്ണ റാവു രാജ്യത്തിന് സമർപ്പിച്ചത്. കരുവന്നൂർ പുഴയുടെ പോഷകനദിയായ മണലിപ്പുഴയുടെ കുറുകെയാണ് പീച്ചി അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ജലസേചന പദ്ധതി ഉപയോഗിച്ച് ഏകദേശം 17,555 ഹെക്ടർ പ്രദേശത്ത് ജലസേചനം സാധ്യമാക്കുന്നു. പ്രധാനമായും മുകുന്ദപുരം, തലപ്പിള്ളി, തൃശ്ശൂർ, ചാവക്കാട് താലൂക്കുകളിലെ പ്രദേശങ്ങളിലേക്ക് വിവിധ കനാലുകൾ വഴി ജലമെത്തിക്കുന്നു. ജില്ലാ അതിർത്തിയായ വാണിയമ്പാറ വരെ ജലം വ്യാപിച്ചു കിടക്കുന്നു. അണക്കെട്ടിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി KSEBയുടെ പീച്ചി ചെറുകിട ജലവൈദ്യുത പദ്ധതിയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രതിവർഷം 33 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദനമാണ് ഇവിടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അണക്കെട്ടിൻ്റെ വലതുകര കനാലിലൂടെ വേനൽക്കാലത്ത് ജലസേചനത്തിനായി തുറന്നുവിടുന്ന ജലം ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ശേഷം ഉള്ള വെള്ളം കനാലിലേക്ക് തന്നെ വിടും. അണക്കെട്ടിലെ ജലം 2 ശാഖകളായാണ് തുറന്നുവിടുന്നത്. ഒന്ന് മുടക്കം വരാതെയുള്ള ജലസേചനത്തിനും മറ്റൊന്ന് വൈദ്യുതി ഉൽപ്പാദനത്തിനും ഉപയോഗിക്കുന്നു. വൈദ്യുതി ഉൽപ്പാദനത്തിൽ എന്തെങ്കിലും തകരാറുണ്ടായാൽ ജലസേചനത്തിന് മുടക്കം വരാതിരിക്കാനാണ് 2 ശാഖകളായി ജലം തിരിച്ചുവിടുന്നത്. ഇവിടെ പ്രവേശനം രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ്. 20 രൂപയാണ് മുതിർന്നവർക്കുള്ള പ്രവേശന നിരക്ക്, കുട്ടികൾക്ക് 10 രൂപയും. യാത്ര, താമസ സൗകര്യം എന്നിവ നോക്കാം. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് ദേശീയപാതയിലൂടെ 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പീച്ചി റോഡ് ജംഗ്ഷനിലെത്തും. അവിടെ നിന്ന് 8 കിലോമീറ്റർ തെക്കോട്ട് പോയാൽ പീച്ചി ഡാമിലെത്താം. തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് പീച്ചി ഡാമിലേക്ക് നേരിട്ട് ബസ് സർവീസ് ഉണ്ട്. രാവിലെ 7 മുതൽ രാത്രി 9 മണി വരെ 10 മിനിറ്റ് ഇടവേളകളിൽ ബസ്സുകളുണ്ട്. പാലക്കാട് നിന്നും വരുന്നവർക്ക് പട്ടിക്കാട് നിന്ന് പീച്ചിയിലേക്ക് ബസ് കിട്ടും. സഞ്ചാരികൾക്കുള്ള ഭക്ഷണ സൗകര്യം പീച്ചി ഗസ്റ്റ് ഹൗസിൽ ഒരുക്കിയിട്ടുണ്ട്. പകൽ സമയം തങ്ങുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. 300 രൂപയാണ് പ്രതിദിന വാടക. രാത്രിയിൽ താമസ സൗകര്യം ലഭ്യമല്ല. തൃശ്ശൂരിൻ്റെ അഭിമാനമായ പീച്ചി ഡാം പ്രകൃതിയുടെയും മനുഷ്യശക്തിയുടെയും മനോഹര സൃഷ്ടി. വിശാലമായ മലനിരകളുടെ നടുവിൽ കാടുകൾക്കും വന്യജീവികൾക്കും ജീവകാരുണ്യമായ ജലാശയം.
ഇവിടുത്തെ മനോഹരമായ ഗാർഡൻ, കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ള പാർക്ക്, കുടുംബങ്ങൾക്ക് സന്തോഷം പകരുന്ന റൈഡുകളും ഗെയിമുകളും, ബോട്ടിംഗ്, കുട്ടവഞ്ചി, രുചികരമായ ഭക്ഷണവും സ്നാക്ക് ബാറും എല്ലാം കൂടി ഒരാഘോഷമാണ്. പ്രകൃതി സ്നേഹികൾക്കും യാത്രികർക്കും ആകർഷണ കേന്ദ്രം. മലയുടെയും വെള്ളത്തിൻ്റെയും സുന്ദര ഗ്രാമം പീച്ചി ഡാം കേരള ടൂറിസത്തിൻ്റെ അമൂല്യരത്നം. ഡാം കണ്ടു കഴിഞ്ഞ് ഡാമിൻ്റെ അങ്ങേകരയിലെത്തിയാൽ അവിടെ അമ്യൂസ്മെൻ്റ് പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ റൈഡുകളും ഗെയിമുകളും ആസ്വദിക്കാനുള്ള സൗകര്യം. ഗെയിമുകൾ ട്രൈ ചെയ്യുന്ന മുതിർന്നവരെയും കുട്ടികളെയും നമുക്ക് കാണാം. കൈക്കുഞ്ഞുങ്ങളും ഉൾപ്പെടെ കുടുംബസമേതം നിരവധി യാത്രികർ, സഞ്ചാരികൾ ഇവിടെ നല്ല തിരക്കാണ്. വിവിധതരം റൈഡുകൾ, വെള്ളത്തിലും കരയിലുമുള്ളവ. ഒരു റൈഡ് റെഡിയായി വരുന്നതേ ഉള്ളൂ. 4 മണിയോടുകൂടി റൈഡ് തുടങ്ങാൻ വേണ്ടി റൈഡിനെ സെറ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്നാക്ക് കഴിക്കാനും ഭക്ഷണത്തിനും ഇവിടെ സൗകര്യമുണ്ട്. വിശാലമായ കൗണ്ടറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടവഞ്ചി സൗകര്യമുണ്ട്. റൈഡ് ഉയർത്തിക്കഴിഞ്ഞു. ഊഞ്ഞാലാടി രസിക്കുന്ന കുട്ടികളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പേരൻസും, അതുപോലെ ഒരാൾ ട്രാംപോളിനിൽ ചാടി കളിക്കുന്ന ഒരു കൊച്ചു മിടുക്കനെയും നമുക്കിവിടെ കാണാം. ആത്മാർത്ഥമായ കളി. അങ്ങനെ പീച്ചി ഡാം എന്തുകൊണ്ടും എല്ലാ പേർക്കും ആകർഷകമായ ഒരനുഭവം നമുക്ക് പകരുന്നു. അറിവിനോടൊപ്പം അമ്യൂസ്മെൻറ്റും അത്ഭുത കാഴ്ചകളും ഒപ്പം ആസ്വദിക്കാനും എൻജോയ്മെൻറ്റിനും ഉള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഒരു ദിവസം നടന്നു കാണാനുള്ള അത്രയും സംവിധാനങ്ങൾ ഇവിടെ പീച്ചി ഡാമിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നു.